ലോകഭീകരൻ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന മസൂദ് അസർ, അതായത് പാകിസ്ഥാൻ ഭീകരനാണ്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ തലവനാണ്. അയാൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പാക് അധീന കാശ്മീരിൽ അയാളെ കണ്ടതായിട്ട് അയാൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. പക്ഷേ അതൊരിക്കലും പാകിസ്ഥാൻ സമ്മതിക്കുകയല്ല ഉണ്ടെന്നുള്ളത്. അയാൾ ബഹാവൽപൂരിലല്ല ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് ഒരു 1000 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ്, അതായത് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലാണ് ഉള്ളത്. അവിടെ സ്കർദുവിലുള്ള സത്പാറ റോഡ് പരിസരത്ത് ഇയാളെ കണ്ടതായിട്ട് വിശ്വാസയോഗ്യമായ അറിവ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളെ യഥാർത്ഥത്തിൽ US, അതുപോലെ ഇന്ത്യ, അതേപോലെ ഐക്യരാഷ്ട്ര സംഘടന ഇവരെല്ലാം ഇയാളെ ഉപരോധമുള്ളതാണ്. ഇയാൾക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ഉണ്ടോ ഇല്ലയോ അവിടെ പാകിസ്ഥാനിലുണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനില്ല എന്നുള്ള ഒരു വർത്തമാനമാണ് എടുക്കുന്നത്. ഇയാളുടെ ഈ അനുയായികളുണ്ടല്ലോ ജെയ്ഷെ മുഹമ്മദിൻ്റെ, ഇവന്മാർ കള്ളത്തരം പ്രചരിപ്പിക്കുന്നുണ്ട് ഇയാൾ ബഹാവൽപൂരിൽ തന്നെ ഉണ്ട് എന്ന്. പക്ഷേ അവിടെ ഇല്ല. കാരണം അവിടെ ഇയാൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് അടി വീഴുന്നതെന്ന് അറിയത്തില്ല. അത് കാരണം ഒളിച്ച് താമസിക്കുക. പക്ഷേ ഇയാൾ പാക് അധീന കാശ്മീർ മേഖലയിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. ആ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം ഈ ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പഴയ പ്രതിരോധ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എപ്പോഴും നുണ പ്രചരിപ്പിക്കും. അഹങ്കാരം മാത്രം തുറന്നാൽ വിളിച്ചു പറയുന്ന ഒരുത്തനാണ്. നമുക്കറിയാം ഇന്ത്യക്കെതിരെ ഒരുപാട് വർത്തമാനങ്ങൾ ആവശ്യമില്ലാതെ അങ്ങ് വിളിച്ചു പറയും. അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെ പറയും. അവസാനം പിന്നെ കിടന്ന് അവന്മാർ കാലും പിടിച്ച് ഏതെങ്കിലും വിധത്തിൽ യുദ്ധമൊക്കെ അവസാനിപ്പിക്കും. ഈ രീതിയിലാണ് ആക്രമണം അവസാനിപ്പിക്കും, രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാതെ വരുമ്പോൾ. അപ്പോൾ ഇയാൾ പറഞ്ഞെന്തോന്നറിയോ, അയാൾ ഇവിടെ ഇല്ല, അയാൾ പാകിസ്ഥാനിലില്ല. പാകിസ്ഥാനിൽ അയാൾ ഉണ്ടെന്ന് കാണിച്ചാൽ ഞങ്ങൾ അയാളെ അന്നേരെ പിടിച്ചു കൊടുക്കും. ആർക്ക് പിടിച്ചു കൊടുക്കുമെന്നാണ് അവൻ പറയുന്നത്. ഇതുപോലെ പലതും പറയും. അപ്പോൾ അയാൾ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നാണ് അറിയപ്പെടുന്നതെന്ന് കേട്ടോ എന്ന് പറഞ്ഞ പ്രസ്താവനയ്ക്ക് തൊട്ട് പിറ്റേന്നാണ് ഇയാളെ ഇതേപോലെ ഈ സ്കർദു മേഖലയിൽ ആ പ്രദേശത്ത് ഇയാളെ കണ്ടത്, ഈ മസൂദ് അസറിനെ കണ്ടത്. അപ്പോൾ ഇതൊന്നും അവർക്ക് വാർത്തയല്ല കേട്ടോ. ഇതൊന്നും അവർക്ക് വാർത്തയല്ല, അനങ്ങുന്നില്ല. എന്നാലും അയാൾ അവിടെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇയാൾ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങളിലെല്ലാം അതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ മസൂദ് അസറാണ് കേട്ടോ. അപ്പോൾ അയാളുടെ ഈ സ്ഥിരം താവളമായിട്ടുള്ള ബഹാവൽപൂരിൽ ഇയാൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇയാളുടെ അനുയായികൾ എന്തെന്നറിയോ, ഇയാളുടെ പഴയ വീഡിയോ ക്ലിപ്പിങ് എല്ലാം എടുത്ത് അങ്ങ് ഇപ്പം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഉള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ പഴയ മുഴുവൻ, അതായത് പഴയ വീഡിയോ ക്ലിപ്പിങ്സ് എല്ലാം എടുക്കുകയാണ്. എന്നാലും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുണ്ടല്ലോ ഇയാളുടെ നീക്കങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കൂടുതൽ ആയുസുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ കണ്ണിൽ ഇയാളുണ്ട്, ഇന്ത്യയുടെ കണ്ണിൽ ഇയാളിപ്പോൾ ഉണ്ട്, അതാണ് കാര്യം. അതുകൊണ്ട് ഇയാളുടെ നീക്കങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവൻ കൊല്ലപ്പെടുന്നു എന്നുള്ള ഒരു ശുഭവാർത്ത നമുക്ക് താമസിയാതെ കേൾക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്താണെന്നറിയാം, അവൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല. കാരണം ഇത് നിരപരാധികളെ ഒരുപാട് പേരെ കൊന്നൊടുക്കി. നമ്മുടെ ഇന്ത്യയിൽ അവിടെ ഇവിടെയായിട്ട് നടത്തിയേക്കുന്ന ഒരുപാട് ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീരിലൊക്കെ നടത്തിയേക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും തലപ്പത്ത് നമ്മുടെ ബോംബെ അറ്റാക്ക് മുതൽ മുഴുവൻ ഉള്ളതിൻ്റെ എല്ലാം സൂത്രധാരൻ തലപ്പത്തിരിക്കുന്നവൻ എവനാണ് ഈ മസൂദ് അസർ. അവനെ എങ്ങനെയെങ്കിലും അത് ചെയ്യേണ്ടത് പാകിസ്ഥാൻ അല്പമെങ്കിലും ഒരു ഇൻ്റർനാഷണലി ആയിട്ട് അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ അവർക്ക് ഏറ്റവും പറ്റിയ കാര്യമെന്ന് പറയുന്നത് ഇവനെ പിടികൂടി ഇന്ത്യക്ക് കൈമാറുക എന്നുള്ളതാണ്. അതാണ് ചെയ്യേണ്ടത്. അതവരൊരിക്കലും ചെയ്യുകയില്ല. കാരണം എന്താണെന്നറിയോ, അവിടെ ഭരിക്കുന്നത് ഇവനൊക്കെ തന്നെയാണ്. അവിടുത്തെ മിലിറ്ററി അവിടുത്തെ അവരുടെ ISI ഇതൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം
അവരുടെ എല്ലാ ആളാണവൻ. കാരണം അവിടുത്തെ മിലിട്ടറി ആണല്ലോ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഈ ബിലാവൽ ഭൂട്ടോയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നും അല്ല ഒരു കാര്യവും തീരുമാനിക്കുന്നത്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ മിലിട്ടറിയാണ്. ആ മിലിട്ടറിയുടെ അത് അവർ വിചാരിക്കാതെ ഒരു കാര്യവും അവിടെ നടക്കുകയില്ല. അപ്പോൾ ഇവനെ കുറേ നാളുകൂടെയൊക്കെ ഇങ്ങനെ നിന്ന് പിഴയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കണ്ണുകൾ അവനിലുണ്ട്, അവൻ്റെ മേളിലുണ്ട്. അവൻ്റെ നീക്കങ്ങൾ ഇപ്പം വളരെ വ്യക്തമായിട്ട് ഇന്ത്യക്ക് അറിയാവുന്നതാണ്. അവർ നോക്കണം. നോക്കിയിട്ട് യവനെ എവിടെ കിട്ടിയാലും ശരി, കാരണം യവനെ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഭീകരനാണ്. കാരണം അവന് ഇന്ത്യ മാത്രമല്ല US-ഉം ഐക്യരാഷ്ട്രസഭയും യവനെ ഉപരോധം ഏർപ്പെടുത്തിയേക്കാണ് അവന്. അപ്പോൾ യവന് വേറെ എങ്ങും പോകാനൊന്നും പറ്റുന്നില്ല എങ്ങോട്ടും. പക്ഷേ അവിടെ അവൻ സ്വൈരവിഹാരം പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ഇനിയിപ്പോൾ അതങ്ങ് ഒതുങ്ങും. പഠാൻകോട്ട് ആക്രമണം, പുൽവാമ ആക്രമണം, ഏതൊക്കെ തുടങ്ങി ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ഈ കൊടും ഭീകരനാണ്. അപ്പോൾ ഇത് ഈ 2019 ബാലാക്കോട്ട് ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇതുപോലെ ബഹാവൽപൂരിൽ നിന്ന് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക്, അത് പെഷവാറിലാണ്, അവിടേക്ക് മാറി താമസിച്ചിരുന്നു. അവിടെ ആയിരുന്നു. പിന്നെ ഇവനിങ്ങനെ ഓടി നടക്കാൻ ഇവനൊക്കെ ഞാൻ അൾട്ടിമേറ്റ്ലി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ, ഇവനെങ്ങാണ് ഒരു ജീവിതമുണ്ടോ? ഇവനെന്നും ഭയന്ന്, ഇവൻ ഇതുപോലെ നിരപരാധികളെ കൊല്ലുന്ന ഇവനുണ്ടല്ലോ, ഇവനെന്നും ഭയന്നല്ലേ അവൻ ഓരോ നിമിഷവും തള്ളി നീക്കേണ്ടത്. ഇവനൊക്കെ അങ്ങനെ തന്നെ വേണം, അതാണ് ആവശ്യം. ഇത് ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടാൻ പാടില്ല. ആ രീതിയിലാണ്. ഇനിയിപ്പോൾ അവനെ ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്ക് അവൻ മാറിയാലും ശരി, നമ്മുടെ കണ്ണുകൾ അവനിലുണ്ട്. അവൻ എന്നായാലും പിടിക്കപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് അവനെ വേണ്ടി അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും ബാധിക്കാൻ പറ്റത്തില്ല. കാരണം US തള്ളി പറഞ്ഞേക്കുന്നതാണ്, അവന് ഉപരോധം ഏർപ്പെടുത്തിയേക്കാണ്. ഐക്യരാഷ്ട്രസഭയ്ക്കും അത് തന്നെയാണ്. കാരണം ഇവനെ ആര് കൊലപ്പെടുത്തിയാലും അതൊരു ഒഫൻസ് അല്ല. ഇനി ആ രീതിയിലേക്ക് മാറി, കുറ്റകൃത്യമല്ല, ആ രീതിയിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ.